ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ നമുക്കും ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മൾക്ക് സാമ്പാറും ഇഡ്ഡലിയാണ് കേട്ടോ. ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നും ഉണ്ടാക്കുന്ന പോലെ ഇല്ല ഞാൻ ഉണ്ടാക്കുന്നത് ഇന്ന്. അപ്പോൾ ഞാനും ആദ്യമായിട്ട് തന്നെയാണ് ഇങ്ങനത്തെ ഒരു ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. എന്താ വെച്ചാൽ നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ മേലെ തുണിയൊക്കെ കെട്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഫസ്റ്റിൽ ഉണ്ടാക്കുകയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നൊന്നും അറിയില്ല. ഉണ്ടാക്കി നോക്കാം നമുക്ക്. അപ്പോൾ ആദ്യം വെള്ളമൊക്കെ ഒന്ന് നല്ലോണം തിളക്കട്ടെ. എന്നിട്ട് അതിൻ്റെ മേലെ നമുക്ക് തുണി കെട്ടി കൊടുക്കണം. അപ്പോൾ തുണിയിലാണിത് ഉണ്ടാക്കുന്നത്. പിന്നെ എല്ലാവരും ചോദിച്ചിരുന്നു കേട്ടോ, എന്താ ഈ അടുപ്പ് നിങ്ങൾ വീഡിയോക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിക്കാണോന്ന് കേട്ടോ. ആണ് കേട്ടോ, വീഡിയോക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് തന്നെയാണ്. പിന്നെ നമുക്ക് ചോറും കറിയൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കും ചെയ്യുക. വീഡിയോക്ക് ആവും ചെയ്തു എന്ന് കരുതി അങ്ങനെ ഉണ്ടാക്കിയത് തന്നെയാണ്. ഇന്ന് കത്തിക്കാൻ നല്ല സുഖമുണ്ട്. അതിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആവി കിട്ടും. അപ്പോൾ വെള്ളം തിളക്കട്ടെ. അപ്പോൾ മാവൊക്കെ അരച്ച് വെച്ചിരുന്നു. പക്ഷെ മാവ് എന്നും അവിടെ മാറി ഇങ്ങോട്ട് ഈ ഒരു പാത്രം നിറഞ്ഞ് വരവുണ്ട് ഇങ്ങനെ അരച്ച് വെച്ചാൽ. പക്ഷെ അത്രയ്ക്ക് ഉണ്ടായിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, നല്ലോണം നിറച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. കണ്ടാൽ നല്ല സോഫ്റ്റൊക്കെ ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ ഉപ്പ് ഞാൻ ഇപ്പോഴാണ് ഇട്ട് കൊടുക്കുക. രാവിലെയാണ്, അരക്കുമ്പോൾ ഇട്ട് കൊടുക്കില്ല. അപ്പോൾ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ടോ. നമുക്ക് മേലെ ഒരു തുണി കൂടി വെച്ച് കൊടുക്കണം. പിന്നെ അതിലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. അറിയില്ല ഇത് എന്താവുന്നൊന്നും. ഇങ്ങനെ ഉണ്ടാക്കണത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ വീഡിയോയിൽ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാക്കണത്. അപ്പോൾ ഞാനൊന്നും ഇങ്ങനെ നോക്കിയതാണ്. അപ്പോൾ കണ്ടപ്പോൾ ഇതാ കുഴപ്പമൊന്നുമില്ല കേട്ടോ. കണ്ടാൽ നല്ല സോഫ്റ്റൊക്കെ ഉണ്ട്. കണ്ടില്ലേ? ഒന്നിങ്ങോട്ട് ചൂട് പോയിട്ട് വേണം ആ തുണിയിൽ നിന്ന് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ആ തുണി തന്നെ ഇട്ടുള്ളൂ. പിന്നെ വേറെ തുണി എടുത്തിട്ട് വേണം പിന്നെ നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കാൻ. ഓരോന്നേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്നാലും നമ്മൾ ഒരു 2-3 ഉണ്ടാക്കുന്ന ആ ഒരു സമയം എന്താ വെച്ചാൽ നമ്മൾ ചെറുതല്ലേ ഉണ്ടാക്കുക. മറ്റിലാവുമ്പോൾ ഇതിലാകുമ്പോൾ നമ്മൾ ഓരോന്നാകുമ്പോൾ കുറച്ച് വലുതാണ്. ഉണ്ടാക്കി വേഗം കഴിയുകയൊക്കെ ചെയ്യും. ഇത് പറഞ്ഞാൽ 1-2 മതി കേട്ടോ. മറ്റേ ഇഡ്ഡലി തിന്നുന്ന പോലെ ഇത് തിന്നാൻ കഴിയില്ല. കാരണം അത്യാവശ്യം വലിപ്പമുള്ളതാണല്ലോ. പിന്നെ ഇതിക്കുള്ള സാമ്പാർ ഞാൻ കുക്കറിൽ വെച്ചിട്ടാണ്. അപ്പോൾ പിന്നെ അതൊന്ന് അടുപ്പിലൊന്ന് ശരിയാക്കി എടുത്താൽ മാത്രം മതി. പരിപ്പും പച്ചക്കറിയൊക്കെ വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ ഇട്ടതായിരുന്നു. പിന്നെ ഇതാ മൺചട്ടിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കടുവറുത്തെടുക്കണം. ഉള്ളിയും കടുകൊക്കെ ഇട്ടിട്ട് സാധാരണ സാമ്പാർ നമ്മളിങ്ങനെ ഉണ്ടാക്കും അതുപോലെ തന്നെയാണ് കേട്ടോ അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എണ്ണ ചൂടായപ്പോൾ ഇതാ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് ഒന്നിട്ട് വാട്ടി കൊടുക്കണം. അപ്പോൾ ഉണക്കമുളക് ഇല്ല കേട്ടോ. പഴുത്ത മുളകുണ്ട്, അത് ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിൽ കുറച്ച് സാമ്പാർ പൊടിയും കായപ്പൊടിയും കൂടി ഇട്ട് വെക്കണം. നമുക്ക് സാമ്പാറായിട്ട് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം.
നമ്മളെ സാമ്പാറും ഇഡ്ഡലിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ലാത്ത ഇഡ്ഡലി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല വലിപ്പമുണ്ട്, അത്യാവശ്യം വലിപ്പമുണ്ട്. അപ്പം നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് പോവാം കേട്ടോ. ലൈക്ക് കൊടുക്കുക, ആരും മറക്കരുത്.